വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. ഒരിക്കൽ തയ്യാറാക്കിയാൽ നമ്മൾ എപ്പോഴും ഇതുപോലെ തയ്യാറാക്കും. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഈ ബിരിയാണിക്ക്. നമ്മൾ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 2 കിലോ താഴെയുള്ള ചിക്കൻ എടുക്കണേ. അതാകുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ കൈമ റൈസും എടുക്കണം. ആദ്യം തന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നട്ട്സും സബോളയും കിസ്മിസും ഒക്കെ വറുത്ത് കോരി വയ്ക്കാം. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു 10-12 പച്ചമുളക് കട്ട് ചെയ്തതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും സവോളയും കുറച്ച് എണ്ണയും കൂടെ വേണേൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുക്കറിൽ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുക്കറിൽ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നെയ്ച്ചോറ് പോലെ എടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാവും. അതുപോലെ ഉപ്പും കുറച്ച് ഓയിലും ഒക്കെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. ഒറ്റ വിസിലിട്ടിട്ട് നിർത്തി വെച്ചാൽ മതി. കറക്റ്റായിട്ട് വെന്ത് കിട്ടുവേ. അതിനുശേഷം നമ്മുടെ മസാലയൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അളവൊക്കെ ഞാൻ താഴെ കൊടുക്കാവേ. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തു. കുറച്ചധികം തന്നെ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തായിരുന്നു. കുറച്ച് തൈര് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് മസാല വേവിച്ചെടുക്കാം. ചിക്കൻ്റെ മസാല അവിടെ വെന്ത് കിട്ടിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് കിട്ടിയ മസാലയുടെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയിലയും പുതിനയിലയും നെയ്യും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം ദം ചെയ്തെടുത്താൽ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയായി കിട്ടും.